നിങ്ങളൊക്കെ ആരാണ്? നിങ്ങൾക്ക് ശരിക്കും എന്നെ അറിയാണ്ടാണ്. അല്ല സാറേ, എന്നാണ് പറയാ, നല്ലോണം അറിയാലോ. എന്നെ അറിയാത്തവര് ഇവിടെ വല്ലവരും ഉണ്ടോ? ഓ മൈ ഗോഷ്, ഓ മൈ ഗോഷ്, ദ മാഫിയ ബോസ് അർജുൻ. അപ്പോ തനിക്ക് എന്താ അറിയാം? തനിക്ക് നല്ലോണം നുണ പറയാനും അറിയാം. പിന്നെ കുറേ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയിട്ടല്ലേ? നല്ല സന്തോഷം ഉണ്ടാവില്ലേ തനിക്ക്? അതേ സന്തോഷം ഞാനൊന്ന് അനുഭവിച്ചോട്ടെ, നിന്നെ കൊന്നിട്ട്. പ്ലീസ് പ്ലീസ് ഡോണ്ട്, പ്ലീസ് പ്ലീസ് ഡോണ്ട്. താൻ ഇനി എന്ത് പറഞ്ഞാലും ശരി, തന്നെ ഞാൻ വെറുതെ വിടൂല. അർജുൻ വായോ, നമുക്ക് ജസ്റ്റ് കറങ്ങാൻ പോവാം, വാ. ഓക്കെ ദെൻ ലെറ്റ്സ് ഗോ. കാറിന്റെ മുമ്പിൽ നിന്നോളും ചാവാൻ വേണ്ടി. നീ പോണ്ട, ഞാൻ പോയിട്ട് ചോദിച്ചോളാം. എക്സ്ക്യൂസ് മീ, കുട്ടിയൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പോവായിരുന്നു. അതിന് നീ ആര്? എന്റെ കെട്ടിയോനാ. എന്റെ റോഡ് ഞാൻ എന്റെ ഇഷ്ടത്തിന് നടക്കും, നീയൊന്നും പറയാൻ വരണ്ട കേട്ടാ. ഇതിപ്പോ ഞാനാണ് മാഫിയ, ഇവളാണ് മാഫിയ. അർജുൻ, എത്ര നേരം ഞാൻ പറയണ, നീ ഒന്ന് മാറിയെന്നേ. ഡി, മര്യാദയ്ക്ക് റൂട്ടിന്ന് പോക്കോ. ഇതിനെ ഞാൻ എവിടെയോ കണ്ടു പരിചയം. എക്സ്ക്യൂസ് മീ, 1 കോഫി പ്ലീസ്. നിങ്ങളാരാ? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ ലൈൻ നിന്നിട്ട് ഇത്ര വരെ എത്തിയതാ, എന്നിട്ട് എഡേ കയറി നിന്നിട്ട് 1 കോഫി പ്ലീസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മര്യാദക്ക് ബാക്കി പൊക്കോ. അതിന് നീ ആരടി കൊച്ചേ? ലൈൻ നിന്നു നിങ്ങളെ. ഞാൻ ജസ്റ്റ് കോഫി വാങ്ങാനല്ലേ വന്നേ. എടേ കയറിയെങ്കിലേ ഞാൻ എടേ കയറും. നിനക്ക് ഞാൻ ആരാന്ന് മനസ്സിലാവാണ്ട. വേണമെങ്കിൽ ലൈൻ നിന്ന് പൊക്കോ, അല്ലെങ്കിൽ മോന്തിക്ക് ഒരെണ്ണം കിട്ടുന്നു നിങ്ങൾ അറിയില്ല. മാഡം പ്ലീസ് ഒന്ന് സൗണ്ട് കുറച്ച് പറ, ആൾക്കാരെ ശ്രദ്ധിക്കേ. മാഡത്തിന് ശരിക്കും ഇയാൾ ആരാന്നറിയാണ്ട. തലേ കയറി ഇരിക്കേണ്ട കൊച്ചേ. മാഡം എന്ന് വിചാരിച്ചിട്ടേ ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് വിളിച്ച് വിചാരിച്ചില്ല. ഞാൻ അങ്ങോട്ട് സ്നേഹത്തോട് പറയുന്നു, വിചാരിക്കേണ്ട മോളെ. അതെ, കഷ്ടപ്പെട്ട് ലൈനിൽ നിന്നിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് ഇയാളുടെ മാതിരി എഡേ കയറി നിന്നിട്ട് കോഫി വാങ്ങാനല്ല ഞാൻ വന്നത്. ഇനി കുറച്ചല്ലേ തൊള്ള തുറക്കാണ്ടിക്ക്. ഒന്ന് കിട്ടില്ല മോന്തയ്ക്ക്. എത്ര പ്രാവശ്യം പറഞ്ഞൊന്ന് മിണ്ടാണ്ടിക. കഷ്ടപ്പെട്ട് ലൈനിൽ നിന്നിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലാണ്ട് നിങ്ങളുടെ മരുന്ന് ഇടയിൽ കയറിയിട്ടല്ല. മോളെ, നിന്നെ ഞാൻ വെറുതെ വിടണ്ട. നീ എന്റെ ശത്രു അല്ലാത്ത കാരണുണ്ട്. നിനക്കിട്ട് പണി ഞാൻ തരും. നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ കുടുംബത്തിൽ നിന്ന് ആരും വരില്ല. ഇത് അവള് തന്നെയാ. ഞാൻ നിന്റെ ആര്? നിന്റെ കുഞ്ഞപ്പന്റെ മോളാണ് ഞാൻ. മതി, ഇങ്ങോട്ട് വാടി. അല്ല, ഞാനിപ്പോ എവിടെയാ? ഇത് നിനക്ക് ഇനി ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. പിന്നെ നിന്റെ ജോലിക്ക് വേണ്ടി 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അതിന് താൻ മാത്രം പറഞ്ഞാ പോരാ, ഞാൻ പോവും. താനാരോടോ?
മിസ്സിസ് ദേവു തൻ്റെ എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ താനെപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ മാഫിയ ബോസ് അർജുൻ? അത് ഞാൻ തന്നെയാണ്. ഓ, അപ്പോ താനൊരു മാഫിയ ബോസ് ആണ്, മിസ്റ്റർ അർജുൻ, റൈറ്റ്? അല്ല, നീ എന്താ ഇവിടെ? മോളെ, നീ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കണ്ട. പിന്നെ അർജുൻ, നിന്റെ അനിയത്തി എപ്പോഴാ വരാ? നീ എൻ്റെ ഫ്രണ്ട് ആയിക്കാരൻ്റെ മാത്രമാണ് ഞാൻ സമ്മതിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അവളിപ്പോൾ വരും. വെൽക്കം ബാക്ക് നിയ. ഹായ് നബി, കുറെ നാളെ കണ്ടിട്ട്. എങ്ങനെ കാണാം, ഞാൻ ദുബായിലായിരുന്നേ. പിന്നെ ബ്രദർ, കെൻ യു പ്ലീസ് ഗിവ് മീ ദ ഹൗസ് കീ? ഞാൻ അങ്ങോട്ട് പോണ്, എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്, ശ്രീയ. പിന്നെ ഈ കുട്ടി ഏതാ? ഓക്കെ ഓക്കെ, ദെൻ ഞാൻ പോട്ടെ. നബി ബൈ. ദേവു, അർജുൻ, മൈ ബ്രദർ, ബൈ. ബാ ശ്രീയ. നീയ ടൈം വേസ്റ്റ് ചെയ്യേ, വേഗം വായോ, നമുക്ക് ഇനിയും ഫയല് തീർക്കാണ്ട്. വാ. അപ്പൊ ശരി, ഞാൻ പോട്ടെന്നാ. നമുക്ക് ഒരു സ്ഥലത്ത് പോകണം. നീ പോയി റെഡിയാവോ, നിനക്കുള്ള ഡ്രസ്സ് മേലെയുണ്ട്. You look beautiful. വാ, നമുക്ക് പോവാം. കുറച്ച് കറങ്ങിട്ട് വരാം. വാ. ചേട്ടാ പോവല്ലേ നീ? എങ്ങോട്ടാ പോണേ? ഷോപ്പിംഗ് ആണോ? എന്നാ ഉണ്ട് ജസ്റ്റ് ഷോപ്പിംഗ്. നിനക്ക് ഷോപ്പിംഗ് ഇഷ്ടല്ലേ? ബയോ. അർജുൻ, താങ്ക്സ് a lot. എനിക്ക് ഇത്ര ഡ്രസ്സ് ഒരു ദിവസം ഞാൻ ഇങ്ങനെ വാങ്ങാറില്ല, ബട്ട് താങ്ക്സ്. ഇറ്റ്സ് ഓക്കെ. പിന്നെ നിന്റെ അമ്മയച്ഛനും നിന്നെ ഉപേക്ഷിച്ചാലേ, പിന്നെ ആകെ ഉണ്ടായി ചേച്ചി. അതാണ് ഈ കാർ ആക്സിഡൻറ്റ് വഴി മരിച്ചും പോയി. പിന്നെ നിനക്ക് ആരാ നോക്കാനുള്ളേ? ഇനി തൊട്ട് ഞാനില്ലേ? അല്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞേ, നിങ്ങളെ മാത്രമുള്ള എന്നെ നോക്കാന്ന്. ഹലോ, ആ പറ. മാഡം, ഫുഡ് റെഡി ഉണ്ട്. പിന്നെ സാറിൻ്റെ കോൾ കഴിഞ്ഞിട്ട് മാഡം സാറിനെ വിളിക്കണം. ആടോ, താൻ പൊക്കോ. ദേവു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മറ്റന്നാൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. മേ ബി ഈവനിങ് ആവും വരുമ്പോൾ. എനിക്കൊരു ഫൈറ്റ് ഉണ്ട്. സോ യു മസ്റ്റ് ലോക്ക് ദ ഡോർസ്. ഓക്കെ? നീ സേഫ് ആയിരിക്കും ഇവിടെ. ഓക്കെ? ഓക്കെ. പിന്നെ താനൊന്ന് ചിരിക്കടോ. താൻ ചിരിച്ചിട്ടുള്ള മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സോ പ്ലീസ് ഫോർ മീ. ഓക്കെ ഓക്കെ, കണ്ടില്ലേ? പോ. നൗ ഇറ്റ്സ് 11:30. ഗോ സ്ലീപ്പ്. നിവി, നീ എന്തെവിടെ? സമയം 12 മണി. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ വന്നിട്ട് എന്നോട് നേരിട്ട് പറയാ. അല്ലാണ്ട് പാതിരാത്രി വന്നിട്ട്
പൊന്നു മോളെ, എനിക്ക് ഈ സമയത്ത് വരാൻ തോന്നി, അതുകൊണ്ട് വന്നു. കുറെ നാളെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ നടക്കണ്. നീയ ഐ ഐ ലവ് യു. അല്ല, ഇപ്പൊ എന്തുണ്ടായേ? എന്തുണ്ടായെന്നേ നിങ്ങൾക്കറിയില്ലേ? ആ മിന്നൽ വളയെ ആ കയ്യിലിട്ട പെണ്ണഴകി എത്തിത്തോടാ എത്തുമില്ല വൈകുന്നേരം നീ. ഇവിടെ ആരുടെ കൂടെ നിക്കണേ? അത് ഈ പാതിരാത്രി കാണിച്ചു തരണ്ട്. ഡാ ഓ, അന്ന് നീ പറഞ്ഞ നബി. ഓക്കെ, സോറി ബ്രോ, എന്നോട് ക്ഷമിക്കണം. ഞാൻ വിചാരിച്ചുള്ളൂ ആരോ കണ്ട് ഉപദ്രവിക്കാൻ വന്നതെന്ന്. കുറെ നേരം മനുഷ്യന്മാർ നേരിച്ചു സിനിമ കാണുന്നതിന്റെ കെട്ടിയോന്റെ കൂടെ അന്നേരത്തെ ഇവര് കുറെ നേരം പിന്നെ കാർത്തി ഇവിടെ എന്തുണ്ടായി, ഇവിടെ വല്ല ഭൂമി കുളുക്കുണ്ടായ ആരുടെ പൊന്നു മോനെ നീ അടിച്ചു വീഴ്ത്തിയത്? ഓ പിന്നെ നീയോ ഈ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് വല്ല ഭ്രാന്തുണ്ടാ? നിഖില, കാം ഡൗൺ. അവളുടെ സമാധാനത്തോട് ചോദിക്കും. നിങ്ങളൊന്ന് മിണ്ടാണ്ടിക്കടോ. മനുഷ്യന് സമാധാനത്തോടെ സിനിമ കാണുന്നതിന്റെ ഇടയിൽ കയറി വന്നോളും കുറെ കുരുപ്പുകളെ. ശരി, നീ നിന്റെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്തോ. പിന്നെ ഇത് ചെറിയ ബോയ് ഫ്രണ്ട് അല്ലേ? അറിയാം. ശരി എന്നാ. ഡേ മതി, സമയം 12 മണി. പോയി കിടന്നുറങ്ങടി. പോടോ. പേടിക്കണ്ട, ഞാൻ നിന്നൊന്നും ചെയ്തിട്ടില്ല. നീ ഓളെടുക്കണം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. മനുഷ്യന്റെ ദൈവങ്ങൾ അങ്ങനോടെ പട്ടി. ശരിയെന്നാ. ഈ പൊട്ടത്തെ എങ്ങനെ മനസ്സിലാക്കുക? എനിക്ക് അവളെ ഇഷ്ടമാകുന്നു. ദേവു, എന്റെ മരപ്പൊട്ടൻ ചേട്ടൻ അവിടെ പോയി എടുക്ക. ആർജുൻ ചേട്ടൻ ആളെ കാണാൻ വേണ്ടി വന്നതാവട്ടെ. എന്താടിയും എന്നെ കാണാൻ വന്നത്? അർജുൻ, അത് പിന്നെ അപ്പോ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള് അല്ലേ? നടക്കട്ടേന്നേ. പിന്നെ എൻ്റെ പൊന്നെ നീതി, ഇതൊക്കെ എനിക്ക് മുമ്പേ അറിയായിരുന്നു. എൻ്റെ നെവിക്ക് നിന്നെ ഇഷ്ടമാണ്. ഏട്ടാ പറയുന്നത് സത്യമാണോ? ഓ മൈ ഗോഡ്, താങ്ക് യു സോ മച്ച് ചേട്ടാ. ആദ്യമായിട്ടാണ് ചേട്ടനെ കൊണ്ടൊരു ഉപകാരമുള്ളത്. ഇതപ്പാരാ ഈ സമയത്ത്? അർജുൻ അയക്കില്ല. എന്തായാലും ഈവനിങ്ങിൽ വരാം. ഇതപ്പാരാ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ ആരാ? അർജുന്റെ ഫ്രണ്ട് ആണെങ്കിൽ അർജുൻ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ അർജുന്റെ ഫ്രണ്ട് അല്ല, അവന്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള എനിമിയാ. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും സുന്ദരിയായിട്ടുള്ള പെണ്ണ് ഇവന്റെ വീട്ടിലുണ്ടാവും. എന്തായാലും വീട്ടിൽ കയറിയതല്ലേ. വേണ്ട,
പോയി എടുത്തേക്ക് വരരുത്. അർജുൻ, അർജുൻ ചെയ്തത് നോക്ക്. അർജുൻ, അർജുൻ നീ ഇതിനെ ഒറ്റയ്ക്കായിരിക്കുന്നത്. നീ എന്നെ പറഞ്ഞ ഇവിടെ സേഫാണ്. അർജുൻ, എനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അയാൾ ചെയ്തത് അർജുൻ വല്ലതും പറ പ്ലീസ്. എനിക്ക് പറ്റുന്നില്ല. ദേവു, നീ പേടിക്കണ്ട. നിന്നെ വേദനിപ്പിച്ചാണ് എനിക്കറിയാം. അവന് കിട്ടുള്ളത് ഞാൻ കൊടുക്കും എന്തായാലും. Love you, Arjun. Love you. അർജുന് നിനക്കറിയാണ്ട ഒരു പെണ്ണിനിട്ട് ഇങ്ങനെ വേദനിപ്പിക്കണമുള്ള സന്തോഷം അത് നിനക്കൊക്കെ അല്ലേ ഉള്ളേ. പക്ഷേ അവരുടെ ഉള്ളിലുള്ള വേദന അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിന്നെ കൊല്ലണേക്കാട്ട് മുമ്പ് ഒരാൾക്ക് നിന്നെ കാണുന്നുണ്ട്. ദേവു, നിനക്കിപ്പോ സന്തോഷയിരടി പെണ്ണെ. അവനവിടെ നിന്ന് പെടയട്ടെ. പെടങ്ങി വേദനിച്ചിട്ട് വേണം അവൻ ചാവാൻ. പിന്നല്ലാണ്ട് എനിക്ക് സന്തോഷായി. പിന്നെ ദേവു, എനിക്ക് നിങ്ങൾ മിണ്ടാണ്ടിരിക്കൂലേ? മിണ്ടാണ്ടിരിക്കൂലേ? നിങ്ങളുടെ കഴിഞ്ഞിട്ടെങ്കിൽ നമുക്കൊന്ന് വീട്ടിൽ പോവായിരുന്നു. അധികം നേരം ഇവിടെ നിൽക്കണ്ട, ഒന്ന് വരൂ. പറഞ്ഞ വരിയെ ഞാൻ ഒന്ന് കൂടെ ഒന്ന് നോക്കിയിരിക്കാൻ പറ്റൂലോ? ഒന്ന് വേഗം വരൂ. ഇതൊന്നും കണ്ടിരിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ജൂപ്പിറ്റർ മഴ നനയാം, ചന്ദ്രനെ നോക്കി നിൽക്കും, കുട്ടിയെ ഞാൻ നോക്കി നിൽക്കും, എന്തൊരു സുന്ദരിയാ നീ. ഇവനെന്തായാലും എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടി വരും. ഒന്നാമത് പാടാൻ പോലെ അറിയില്ല, എന്നിട്ട് പാടുന്നു. നിർത്തടപ്പാട്ടി കുറെ നേരെ അവൻ്റെ ഒരു പാട്ടും കൂത്തും. വന്നല്ല, കേറി വാ. ഞാനും ദൈവവും മേലെ പോട്ടെന്നാ. എന്താ അർജുൻ, എന്താ സംഭവം? എത്ര നാളെന്ന് പറയപ്പെണ്ടേ നിന്നെ കയ്യിൽ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പൊ എനിക്ക് നിന്നെ വേണം.